നിലമ്പൂർ തേൾപ്പാറ മേഖലയിൽ കരടി ഭീതിയാണ്. ഒരാഴ്ചക്കുള്ളിൽ 100-ലേറെ തേനീച്ചപ്പെട്ടികൾ കരടികൾ നശിപ്പിച്ചു. പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാട്ടാന, കടുവ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യത്തിന് പുറമെ കരടി ഭീഷണി കൂടി ഉയർന്നതോടെ പ്രാണഭീതിയിലാണ് മലപ്പുറത്തിന്റെ മലയോര മേഖലയിലെ നിവാസികൾ കഴിയുന്നത്. കൃഷി മാത്രമല്ല, ജീവനും ഭീഷണിയിലാണ്. നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ തേൾപ്പാറ, TK കോളനി, ഒളറവട്ടം, ആന്റണിക്കാട് ഭാഗങ്ങളിലാണ് കരടി ശല്യം രൂക്ഷം. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കരടി കൃഷിയിടത്തിലെ തേൻപെട്ടികൾ തകർത്ത് തേൻ കുടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിന് മുന്നിലേക്ക് കരടി ചാടി. തലനാരിഴക്കാണ് അപകടം ഒഴിവായത്. കർഷകർ കരടിയെ പേടിച്ച് തേൻപെട്ടികളൊക്കെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ കരടിയെ പിടികൂടുകയോ ഇവിടെ നിന്ന് തുരത്തുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കുന്ന കരടികൾ ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് അവർ ചെയ്യാറുള്ള നടപടികളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏതുന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും സ്ഥലം സന്ദർശിക്കുകയും ആ കരടിയെ മയക്കുവെടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ കൃത്യമായിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വനംവകുപ്പ് നിലവിൽ 2 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രികാല പെട്രോളിംഗും നടത്തി വരുന്നുണ്ട്. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി ചക്കിക്കുഴി വനം സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്തി. വന്യമൃഗശല്യത്തിനെതിരെ ജനകീയ സമിതിയുടെ ഒരു പ്രതിഷേധ മാർച്ചാണ് ഇവിടെ സംഘടിപ്പിച്ചത്. DFO സ്ഥലം സന്ദർശിക്കാമെന്നും ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ച് കരടിയെ പിടികൂടാമെന്നും വനപാലകർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. വന്യജീവി ആക്രമണം തടയണമെന്നുള്ളതാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം. വന്യജീവികൾ ഇറങ്ങുമ്പോൾ കൂട് സ്ഥാപിക്കുകയോ താൽക്കാലിക പരിഹാരമുണ്ടാക്കുകയോ അല്ല വേണ്ടത്. ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. അല്ലെങ്കിൽ കർഷകരുടെ ജീവിതം താളം തെറ്റും. സമീർ ബിൻ കരീം, 24, മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. എത്ര നാളിങ്ങനെ ഭീതിയോടെ കഴിയുമെന്നാണ് അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. പ്രതികരണങ്ങൾ കാണാം. തേൾപ്പാറ, പൊട്ടിക്കല്ല്, അതുപോലെ TK കോളനി പ്രദേശത്ത് കരടിയുടെ ഒരു 4-5 ദിവസമായിട്ട് കരടിയുടെ ആ ശല്യം കാരണം ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. രാത്രിയായി കഴിഞ്ഞാൽ ബൈക്കിൽ പോകുന്ന ആളുകളുടെ നേർക്ക് കരടി റോഡിലേക്ക് ചാടുക, അതുപോലെ അവിടുന്ന് ഇവിടുന്ന് കണ്ടു എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് വാർത്തകളും കാര്യങ്ങളും പല സ്ഥലത്തുമായി വരുന്നുണ്ട്. ഞങ്ങൾ വെറും ഒരു പൊട്ടന്മാരല്ല. കാരണം കഴുതകളായിട്ട് ഞങ്ങൾ പൊതുജനത്തെ കാണരുത്. സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാർ വരാ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനെങ്കിലും അവിടെ എത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ കരടി എന്ന വന്യമൃഗത്തെ എത്രയും പെട്ടെന്ന് അതിനെ പിടിക്കാനുള്ള സാഹചര്യം അധികാരികൾ, പ്രത്യേകിച്ച് ഫോറസ്റ്റ് അധികാരികളുണ്ട്, അതിന് മുകളിലുള്ള ആൾക്കാരൊക്കെയുണ്ട്, അവർ കൈക്കൊള്ളണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എൻ്റെ തന്നെ 10-40 വെട്ടി കളഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഫോറസ്റ്റുകാരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുപോയി അവരെ സൈറ്റ് കൊണ്ടുപോയി കാണിച്ച് അവർ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്. ഞാൻ അക്ഷയയിൽ പോയി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പേടിച്ച് തന്നെ കഴിയുന്ന ബുദ്ധിമുട്ട്. വൈകുന്നേരമായ ഞാനും ടാപ്പിങ്ങിന് പോണ വഴിക്കൊക്കെ കാണും, പൂക്കും തുടർന്ന് പേടിച്ച് പിന്നെ തീയൊക്കെ ഇട്ടിട്ടാണ് വെട്ടല്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.